ഇനി സ്വാഭാവികമായും തൃശ്ശൂരിന്റെ ഒരു നിലവിലെ പോളിംഗ് പെർസെന്റേജ് കൂടിയാണ് അറിയാനുള്ളത്. 69.5 ഇതുവരെയുള്ള ഒരു പെർസെന്റേജ്. പക്ഷേ മണ്ഡലം തിരിച്ചുകൂടി കൃത്യമായ അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് VS സുനിൽകുമാറും പത്മജ വേണുഗോപാലും മത്സരിക്കുന്ന തൃശ്ശൂർ അടക്കമുള്ള മേഖലകൾ കൂടി കടന്നു പോകേണ്ടതുണ്ട്. ചേലക്കര, കുന്നമംഗലം, ഗുരുവായൂർ, ഒപ്പം മണലൂര്, വടക്കാഞ്ചേരി, ഒല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങൾ കൂടി. CG ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ദിൽജിത്ത്, എങ്ങനെയാണ് നിലവിലെ ഒരു ട്രെൻഡ്, എങ്ങനെയാണ് നിലവിലെ ഒരു പോളിംഗ് പെർസെന്റേജ്? അരുൺ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 തൃശ്ശൂർ ജില്ലയിലെ ആകെ പോളിംഗ് പെർസെൻറ്റേജ് 74.9 ആയിരുന്നു. ഈ ഒരു പോളിംഗ് പെർസെൻറ്റേജ് മറികടക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ, ഇപ്പോൾ 11ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം 72% അടുക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ 69 മുകളിൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ തുടങ്ങിയ മേഖലയിൽ 68%. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് VS സുനിൽകുമാറും പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനും അടക്കമുള്ള ശക്തരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന തൃശ്ശൂർ മണ്ഡലത്തിലും ഇത്തരത്തിൽ 70%. കേരളത്തിലെ പോളിംഗ് പെർസെന്റേജ് 70 കടന്നിരിക്കുന്നു. 70.35% ഇപ്പോഴത്തെ കേരളത്തിലെ പോളിംഗ് പെർസെന്റേജ്. ഏതായാലും ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. എവിടേക്കായിരിക്കും എത്തുക എന്നൊരു കണക്ക് ഏതായാലും അതോടുകൂടി പൂർണ്ണമായി ലഭ്യമാകുള്ളൂ. ഇപ്പോൾ 70.35% എന്നുള്ളത് നോക്കുകയാണെങ്കിൽ സൗമ്യ, ഇനി കൃത്യമായി പറഞ്ഞാൽ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ 5:26. ഈ പറയുന്ന ബാക്കിയുള്ള മിനിറ്റുകളിൽ വേണം ഈ 5% കൂടി കവർ ചെയ്യാൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 75% കടക്കും എന്ന് കരുതാമോ? പക്ഷേ ഇതിനകത്തൊരു ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു കണക്ക് ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കാണ് എങ്കിലും പൂർണ്ണമായ ഒരു കണക്ക് ഒക്കെ ലഭിക്കാനുള്ള ഒരു കാലതാമസം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ പറയുന്ന ഒരു അരമണിക്കൂർ അതിനുശേഷം ഉണ്ടാകുന്ന ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടി എങ്കിലും ആശ്വാസജനകമായ ഒരു ശതമാനത്തിലേക്കാണ് നിലവിൽ പോകുന്നത് എന്ന് കൃത്യമായി അനുമാനിക്കാം. കേരളത്തിൽ പോളിംഗ് ശതമാനം 70 എന്ന ഫിഗറിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള കൂട്ടലുകളും കിഴിക്കലുകളുമാണ് ഈ നിമിഷത്തിൽ നടത്തുക എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും 75 കടക്കുമോ എന്ന പ്രതീക്ഷയിലാണ്. ഇതിൽ പുതു വോട്ടർമാരും നിർണായകമാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ കൂടിയാണ്. സൗമ്യ, ഇനി ഏത് മണ്ഡലത്തിലേക്കാണ് പോകേണ്ടതുള്ളത്? ദിൽജിത്തിലേക്ക് തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിൽജിത്ത് തുടരുന്നു എന്തായെന്ന് പ്രതീക്ഷിക്കുന്നു? ദിൽജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ 74.9% എന്ന കഴിഞ്ഞ കണക്കിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഏതെങ്കിലും തരത്തിൽ പൊതുവിലുണ്ടോ? ഇപ്പോഴത്തെ ഒരു കണക്കൊക്കെ പ്രകാരം പൊതുവിലുള്ള മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഒരു കണക്ക് പ്രകാരം എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും സൗമ്യ, കഴിഞ്ഞ തവണത്തെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കൂടി ഇതോടൊപ്പം പരിശോധിക്കാനുള്ളത്. പ്രത്യേകിച്ച് 13 നിയമസഭാ മണ്ഡലങ്ങളെയും ചേലക്കരയിൽ, ആദ്യത്തെ മണ്ഡലമായ ചേലക്കരയിൽ കഴിഞ്ഞ വർഷത്തെ 2011 76.5% പോളിംഗ് ആണ് 2011 രേഖപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ 70% മുകളിലെത്തിയിരിക്കുന്നു. 70.7 എത്തിയിരിക്കുന്നു. അതോടൊപ്പം കുന്നംകുളം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മുൻ ജില്ലാ സെക്രട്ടറി AC മൊയ്തീനും CP ജോണും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്ന കുന്നംകുളത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ 1000-ൽ താഴെ വോട്ടിന് മാത്രം 481 വോട്ടിന് മാത്രം ജയം ഉണ്ടായ, അല്ലെങ്കിൽ അതിനു മുമ്പും ഇത്തരത്തിൽ 1000-ൽ താഴെ വോട്ടിന് മാത്രം ജയപരാജയങ്ങൾ മാറി മറിയുന്ന കുന്നംകുളം മണ്ഡലത്തിൽ വലിയൊരു പോരാട്ടം നടക്കുന്നു. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2011 75.4% പോളിംഗ് ആണ് നടന്നത്. അവിടെ ഇപ്പോൾ 72% പോളിംഗ് നടക്കുന്നു. ഇനിയും ഒരു മണിക്കൂറത്തെ പോളിംഗ് വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഇത് അല്പസമയം അരമണിക്കൂർ മുമ്പുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പ്രകാരം 71.8% പോളിംഗ് കുന്നംകുളത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം സിറ്റിംഗ് MLA KV അബ്ദുൽ ഖാദർ മത്സരിക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ 2011 72% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അവിടുത്തെ പോളിംഗ് 68.6 എത്തിയിരിക്കുന്നു. അതുപോലെ നിലവിൽ സിറ്റിംഗ് MLA തൃശ്ശൂർ DCC പ്രസിഡന്റ് ആയിരുന്ന O അബ്ദുറഹ്മാൻ കുട്ടി മത്സരിക്കുന്ന മണലൂരിൽ കഴിഞ്ഞ തവണ 2011 73.4 ആയിരുന്നു പോളിംഗ് ശതമാനം. അവിടെ ഇപ്പോൾ 67.5 കടന്നിരിക്കുന്നു. അവിടെയും 70% മുകളിൽ എത്തും എന്നൊരു സൂചന ഇപ്പോഴും ഉണ്ടാകുന്നു. പിന്നീട് ഏറ്റവും വലിയൊരു മത്സരം നടക്കുന്ന വടക്കാഞ്ചേരിയിൽ അനിലക്കരയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി അനിലക്കരയും LDF സ്ഥാനാർത്ഥി മേരി തോമസുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ KCBCയുടെ പേരിൽ അനിലക്കരയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അഭ്യർത്ഥന എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു
അഭ്യർത്ഥനയ്ക്കെതിരെ KCBC തന്നെ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ തങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രസ്താവനകളും ഇറക്കിയിട്ടില്ല എന്ന് KCBCയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായി. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായോ പ്രതികൂലമായോ തങ്ങൾ രംഗത്തെത്തിയിട്ടില്ല. വോട്ടർമാർ അവരുടെ യുക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യണമെന്നൊരു പ്രതികരണം കൂടി വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വടക്കാഞ്ചേരിയുടെ പോളിംഗ് ശതമാനം ഏറ്റവും ശ്രദ്ധേയമാണ്. വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ തവണ 79% പോളിംഗ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ 74% അടുത്ത് പോളിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഒല്ലൂരിൽ അതുപോലെ തന്നെ 74.5 ആയിരുന്നു 2011 പോളിംഗ്. അവിടെ ഇപ്പോൾ 69% കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് മറ്റൊരു മണ്ഡലം ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന പത്മജ വേണുഗോപാലും സുനിൽകുമാറും അടക്കം വലിയ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിലും 69.7 എന്ന കഴിഞ്ഞ വർഷത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് കടന്ന് 70 മുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റുള്ള മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി വളരെ വേഗം എത്തേണ്ടതുണ്ട്. 70 കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. 70.35% സംസ്ഥാനത്ത് ഉടനീളമുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ്. ഇനിയുള്ള അരമണിക്കൂർ ആണ് ഇനി ശേഷിക്കുന്നത്. അതിനുശേഷം ക്യൂവിൽ നിൽക്കുന്നവർക്ക് കൂടി വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. എന്തായാലും നമ്മളെ ഭരിക്കുക ആര് എന്ന് നിശ്ചയിക്കുന്നതിനുള്ള നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗം മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി തിരികെ എത്താം. ഇനി പത്തനംതിട്ട എന്ന രാഷ്ട്രീയ ഭൂമികയിലേക്ക് പോയാൽ 65.55 എന്ന പോളിംഗ് ശതമാനത്തിലേക്കാണ് പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നത്. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമാണ് അത്. പക്ഷേ അതിൽ അത്ഭുതപ്പെടാനില്ല. എല്ലാ വർഷവും പത്തനംതിട്ടക്കാർ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. കോന്നി മാത്രമാണ് കഷ്ടപ്പെട്ട് 70% കടന്നത് കഴിഞ്ഞ തവണ. അതെ, എന്തായാലും 65.55 എന്ന് പറയുന്നത് വലിയ ആശ്വാസജനകമായ ഒരു എന്നാൽ വലിയ കടുത്ത പോരാട്ടങ്ങൾ നടന്ന തിരുവല്ല അടക്കമുള്ള ആറന്മുള അടക്കമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മേഖല. അവിടെ നിന്ന് ബിജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ബിജേഷ് പൊതുവിലുള്ള ഒരു വോട്ടിംഗ് പെർസെന്റേജ്? ഏതൊക്കെ മേഖലകളിലാണ് കുറവ് പോളിംഗ്? കഴിഞ്ഞ തവണത്തെയൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു കുറവ് പോളിംഗ് അനുഭവപ്പെട്ടിട്ടുള്ളത് എവിടെയൊക്കെയാണ്? സൗമ്യ, 66% പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 68.22% ആയിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ ആ പോളിംഗ് ഉയർത്തുന്നതിന് മിഷൻ 80 എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ ഭരണകൂടം പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരുന്നു പോളിംഗ് ശതമാനം ഉയർത്തുന്നതിന് വേണ്ടി. പക്ഷേ അത് എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളത് നമുക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും 66% ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇനിയുള്ള അരമണിക്കൂറാണ്. ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ ആൾക്കാർ വളരെ കുറവാണ്. അത് ഉച്ചയ്ക്ക് മുമ്പ് വരെ വളരെ നല്ല രീതിയിൽ പോളിംഗ്, തിരക്കോടുകൂടിയ പോളിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം മന്ദഗതിയിലാവുകയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കോന്നിയിലും നല്ല കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70% കൂടുതലോളം ഇത്തവണ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ റാന്നിയിലും തിരുവല്ലയിലുമാണ് അല്പം കുറവ് വന്നിരിക്കുന്നത് എന്നും പറയേണ്ടതുണ്ട്. ഏറ്റവും ആദ്യഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതും മുൻപന്തിയിൽ ഉണ്ടായിരുന്നതും കോന്നിയും അതോടൊപ്പം തന്നെ അടൂരും ആയിരുന്നു. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ അടൂരിൽ ചിറ്റയം ഗോപകുമാർ അട്ടിമറി വിജയം നേടിയ ഒരു മണ്ഡലം കൂടിയാണ്. അത് ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നൊരു വാശിയോടുകൂടി UDF തന്നെ വളരെ സജീവമായി രംഗത്തുണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ശക്തമായ ഒരു മത്സരം ആറന്മുളയെ പോലെ തന്നെ ചിറ്റയം ഗോപകുമാരും KK ഷാജുവും തമ്മിൽ അടൂർ മത്സരം നടക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ആറന്മുള മണ്ഡലം തന്നെയാണ്. വീണ ജോർജും ശിവദാസൻ നായരും MT രമേശും തമ്മിലുള്ള ത്രികോണ മത്സരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ 1,20,000-ൽ പരം വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തേണ്ട ഒരു മണ്ഡലമാണ് ആറന്മുള. 10 ലക്ഷത്തിൽ അധികം വോട്ടർമാരാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് ആറന്മുള മണ്ഡലത്തിൽ മാത്രമാണ്. നമുക്ക് അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ആറന്മുള. പത്തനംതിട്ടയും ആറന്മുളയും കൂടെ ചേർത്ത് ആറന്മുള എന്നൊരു വലിയ ഒരു മണ്ഡലം ഉണ്ടാക്കുകയായിരുന്നു. ഈ മണ്ഡലത്തിൽ ആണ് ശക്തമായ മത്സരം നടക്കുന്നതും കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതുമായ ഒരു മണ്ഡലമുള്ളത്. ഇപ്പോൾ ഏകദേശം 66% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഒരു കനത്ത ഒരു പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 66% ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇനിയുള്ള അരമണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ 68.22% കടക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരിക. ബിജേഷാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പൊതുവായ വിവരങ്ങൾ നൽകിയത്. പൊതുവിൽ കുറവ് പോളിംഗ് അവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിഷൻ 80 എന്ന ഈ പദ്ധതി യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് നടപ്പാക്കിയിരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇത്തവണയും അത് ഫലം കണ്ടില്ല എന്ന് വേണം
ഈ പക്ഷേ അതേ ശൈലിയിൽ തന്നെ ഉള്ള ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിലും പൊതുവിൽ വോട്ടിംഗ് പെർസെന്റേജ് കുറവാണ്. 64.5%. ഇവിടെ 65.55. എനിക്ക് തോന്നുന്നു പുതിയ അപ്ഡേഷനുകൾ ഉണ്ടോ നമുക്ക് പരിശോധിക്കാം. അവിടെ ലെസ്ലി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. ലെസ്ലി, എങ്ങനെയാണ് വോട്ടിംഗ് പെർസെന്റേജ് ഏതെങ്കിലും തരത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയുള്ള ഒരു പക്ഷേ കൂടിയാൽ ആ തരത്തിൽ ഏതെങ്കിലും കണക്കുകൾ ഉള്ളത് എങ്ങനെയാണ്? സൗമ്യ, ജില്ല 2011 കണക്കുകൾ അനുസരിച്ച് 71.13% ശതമാനമായിരുന്നു കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് ലഭിച്ചിരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അരമണിക്കൂർ ശേഷിക്കെ ഇനി എത്ര കണ്ട് ക്യൂ വർദ്ധിച്ചാലും ഈ 71 ജില്ലയുടെ വോട്ടിംഗ് ശതമാനം എത്തുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉടുമ്പൻചോല അടക്കമുള്ള പീരുമേട്, ഉടുമ്പൻചോല തുടങ്ങിയ ഇടുക്കി എന്നിവിടങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ഏകദേശം അത്ര കണ്ട് തന്നെ എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ തന്നെ 70% ഉടുമ്പൻചോല വന്നു കഴിഞ്ഞു. 71.93% കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഏതായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളവും വോട്ടിംഗ് പെർസെന്റേജ് കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു സൂചന തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 71.13 എന്നൊരു പെർസെന്റേജിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്കയും പൊതുവിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇനി അരമണിക്കൂർ തികച്ചില്ല, അതാണ്ട് 20 മിനിറ്റിനടുത്ത് മാത്രമാണ് ഉള്ളത്. ഒരു വളരെ വേഗം നമുക്ക് മറ്റ് മേഖലകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരികെ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പോളിംഗ് സമയം പൂർത്തിയാകാനായി ഇതുവരെ 70.35% പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പലയിടത്തും ബൂത്തുകളിൽ വലിയ നീണ്ട ക്യൂ തന്നെ കാണുന്നുണ്ട്. 6 മണി വരെയാണ് പോളിംഗ് സമയം എങ്കിലും അതിന് ശേഷവും ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും. ഈ ഇടുക്കിയിൽ 64.5% ആണെങ്കിൽ സമീപ ജില്ലയായ കോട്ടയത്ത് 71.6 എന്ന നിലയിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. സമീർ ചേരുന്നു. സമീർ, നിലവിൽ എങ്ങനെയാണ് ഒരു പോളിംഗ് പെർസെന്റേജ്, പ്രത്യേകിച്ച് മണ്ഡലം തിരിച്ച് കൃത്യമായ ഒരു കണക്ക്, ഏകദേശ കണക്ക് ഇതുവരെ ലഭ്യമാണോ? എന്താണ് വിവരങ്ങൾ? അരുൺ, കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ പോളിംഗ് ഓരോ മണ്ഡലങ്ങളിലും കാണാൻ നമുക്ക് കഴിയും. അതിൽ 6 മണ്ഡലങ്ങളിൽ ഇപ്പോൾ 70% മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വൈക്കം മണ്ഡലത്തിൽ 78% ഉയർന്നിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. നമ്മൾ മണ്ഡലം തിരിച്ചു നോക്കുകയാണെങ്കിൽ പാലായിൽ 69.4% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കടുത്തുരുത്തിയിൽ 63.2 രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈക്കത്ത് 78.8% ഉയർന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈക്കം മണ്ഡലത്തിൽ തന്നെയാണ്. ഏറ്റുമാനൂരിലേക്ക് വരുമ്പോൾ 75.9%, അതായത് 76% എത്തിയിരിക്കുന്നു. കോട്ടയം, അതോടൊപ്പം തന്നെ പുതുപ്പള്ളി, ഇവിടങ്ങളിൽ 74-72% എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ 70.8%, കാഞ്ഞിരപ്പള്ളിയിൽ 69.4%, പൂഞ്ഞാറിൽ 69.3% എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ പോളിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ശേഷിക്കുന്ന 15 മിനിറ്റുകൾ മാത്രം ശേഷിക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 73.79 ആയിരുന്നു. ഇത്തവണ ഈ സമയത്ത് നോക്കുമ്പോൾ നമ്മൾ 72% അടുത്തിരിക്കുന്നു. ഇനി വ്യക്തമായ കണക്കുകൾ അല്പസമയത്തിന് നമുക്ക് ലഭ്യമാകും. ഒപ്പം 15 മിനിറ്റ് കൂടി ശേഷിക്കുന്നുമുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ ശക്തമായ പോളിംഗ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ ഏതാനും ഭാഗങ്ങളിൽ ഈ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ തോതിലുള്ള മഴയുണ്ടായിരുന്നു. അത് പോളിംഗിനെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിവിധ ഇടങ്ങളിൽ നല്ല തെളിച്ചത്തോടുകൂടെ സൂര്യൻ നല്ല ഒരു കാലാവസ്ഥയായി മാറുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും നേരെ എത്തി സമാധാനപരമായി വളരെ സുഖകരമായ രീതിയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം. സമീർ കോട്ടയത്തുള്ള വിവരങ്ങൾ സമീർ നൽകി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ണൂർ 70% ആദ്യം കടന്നത് കണ്ണൂരാണെങ്കിലും കണ്ണൂരിനെ ചില പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മുന്നിലേക്ക് എത്തി നിൽക്കുന്നത് കോഴിക്കോടാണ്. 73.39% കോഴിക്കോട് ജില്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട്. മേഘ, ഈ 73.39% എന്ന് പറയുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ 81.27%വുമായി തട്ടിച്ചു നോക്കുമ്പോഴുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇനി ഈ ഒരു പെർസെന്റേജിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ടോ?
സൗമ്യ, വോട്ടെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 74% പോളിംഗ് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 81.27 ആയിരുന്നു പോളിംഗ് ശതമാനം. അതിൽ ഇപ്പോൾ നിർണായകമായ മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ 74 എത്തിയ സ്ഥിതിക്ക് 81 മറികടക്കാവുന്ന അവസാന കണക്കുകൾ വരുന്ന സമയത്ത് 81 മറികടക്കാമെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള എല്ലാ പാർട്ടികളും, ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ അവകാശവാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളുടെയും 13 മണ്ഡലങ്ങളുടെയും പോളിംഗ് നില പരിശോധിക്കുമ്പോൾ കുറ്റ്യാടിയെ സംബന്ധിച്ച് 75.4, നാദാപുരം നിയമസഭാ മണ്ഡലത്തിൽ 75.6, കൊയിലാണ്ടിയിൽ 71.1%, പേരാമ്പ്രയിൽ 80.9%, ബാലുശ്ശേരിയിൽ 71.6%, ഇലത്തൂരിൽ 69.3%, കോഴിക്കോട് നോർത്തിൽ 70.8%, കോഴിക്കോട് സൗത്തിൽ 67%. ഏറ്റവും കുറവ് ഇപ്പോൾ സൗത്തിൽ ആണ്, 67%. മന്ത്രി മുനീറിന്റെ മണ്ഡലം കൂടിയാണ് സൗത്ത്. ബേപ്പൂർ മണ്ഡലത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ 73.4% എത്തിയിരിക്കുന്നു. കുന്നമംഗലമാണ് ഇപ്പോൾ 78.6%. ഏറ്റവും കൂടുതൽ പോളിംഗ്, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലം മണ്ഡലത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ ത്രികോണ മത്സരം തന്നെയാണ് കുന്നമംഗലം മണ്ഡലത്തിൽ നടക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ മത്സരമാണ് കുന്നമംഗലത്ത് നടക്കുന്നത് എന്ന് നമുക്ക് ഒക്കെ അറിയാം. കൊടുവള്ളി മണ്ഡലത്തെ നോക്കുമ്പോൾ 71.9% പോളിംഗ്. തിരുവമ്പാടി മണ്ഡലത്തെ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ 74.7% എന്നിങ്ങനെയാണ് ഇപ്പോൾ പോളിംഗ് കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 74% കോഴിക്കോട് ജില്ലയിലെ പോളിംഗ് കടന്നിരിക്കുന്നു. വളരെ പ്രതീക്ഷയേകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാനിരിക്കുന്നു. നിർണായകമായ നിമിഷങ്ങളിലേക്കാണ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും വ്യക്തമായ ചിത്രം നമുക്ക് 6 മണിയോടെ മാത്രമേ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ പ്രദേശങ്ങളിലും ഗ്രാമീണ, നഗര, മലയോര മേഖലകളിലൊക്കെ ശക്തമായ ക്യൂ തന്നെയാണ്, വലിയ ക്യൂ തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുകയാണെങ്കിൽ, നാദാപുരം മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ, 100ാം ബൂത്തിൽ പച്ച വസ്ത്രം ധരിച്ച ആയുധധാരികളെ കണ്ടു എന്ന് നാട്ടുകാർ പരാതിപ്പെടുകയുണ്ടായി. സംഭവ സ്ഥലത്ത് ഇപ്പോൾ തണ്ടർബോൾട്ടും പോലീസും പരിശോധന നടത്തുകയാണ്. മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി വളരെ വേഗം പോകാം. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പോളിംഗ് പെർസെന്റേജ് കണക്ക് 71.71 എന്ന പെർസെന്റേജിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ അരുൺ, നമ്മൾ ആദ്യം തൊട്ട് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 75ലേക്ക് എത്തും എന്നുള്ളത്. സൗമ്യ, ഇതിൽ ഒരു ശ്രദ്ധേയമായ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് പാലയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കുന്നമംഗലത്തെ സംബന്ധിച്ചും പറഞ്ഞൊരു കാര്യം കൂടിയാണ്. പാലയെ സംബന്ധിച്ച് ഇപ്പോൾ 69 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. KM മാണി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. നാരോ എസ്കേപ്പ് ആയിരുന്നു. മാണി സി കാപ്പനാണ് എതിർപക്ഷ സ്ഥാനാർത്ഥി. ഇത്തവണ വളരെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടിയൊരു സാഹചര്യം കൂടിയാണ്. നോക്കുകയാണെങ്കിൽ പോളിംഗ് പെർസെന്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ആർക്ക് തുണയാകും എന്നത് കാണേണ്ടതുണ്ട്. 2, കുന്നമംഗലത്തെ ഇടത് സിറ്റിംഗ് MLA ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് T സിദ്ദിഖ് നടത്തുന്നത്. പക്ഷേ അവിടെ ഈ ഒളവണ്ണ പഞ്ചായത്തിലടക്കം CPM-ന്റെ വലിയ മേൽക്കോയ്മ നിൽക്കുന്നു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുകൂടി കാണേണ്ടതുണ്ട്. ഇടവേളയല്ലേ? യെസ്, ഇടവേളയിലേക്കാണ്. ഏതായാലും ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 6 മണിയാകാൻ ഇനി ആരാണ് നമ്മളെ ഭരിക്കുക എന്ന് നിശ്ചയിക്കപ്പെടുന്ന നിമിഷങ്ങൾക്ക് പൂർത്തിയാകാനുള്ള സമയമായിരിക്കുന്നു. 6 മണിക്ക് പോളിംഗ് സമയം പൂർത്തിയാകും. എന്നാലും ക്യൂവിൽ നിൽക്കുന്നവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും. അതായത് മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് വളരെ വേഗം തിരികെ എത്താം. പോളിംഗ് പെർസെന്റേജ് 71.71% എത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത് ഇപ്പോൾ കോഴിക്കോടാണ്, 75%. സൗമ്യ, അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ശരാശരിയെ കടന്നു പോയിരിക്കുന്നു നിലവിൽ കോഴിക്കോട് പോളിംഗ് പെർസെന്റേജ് എന്ന് കരുതണം. കാരണം നേരത്തെ തൃശ്ശൂരും ഒക്കെ ഉണ്ട് 74. പക്ഷേ ഈ 75 എന്ന കൃത്യമായ സൂചികയിലേക്ക് എത്തി നിൽക്കുന്നത് കോഴിക്കോട് മാത്രമാണ് എന്ന് നമുക്ക് പറയാം. ആലപ്പുഴയും 75% എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ ഈ ജില്ലകളിൽ പോളിംഗ് നിലവിൽ പൂർണ്ണമായ ഒരു കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഇനി മിനിറ്റുകൾ മാത്രമാണ് 6 മണി പൂർത്തിയാകാനുള്ളത്. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളുമായി നമ്മോടൊപ്പം KG ദിനകർ ചേരുന്നുണ്ട്. 67.77% എന്ന ഒരു കണക്കിലാണ് ഇപ്പോൾ തിരുവനന്തപുരം എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് ദിനകർ ഇപ്പോഴത്തെ ഇനിയും വലിയൊരു തിരക്ക് കാണുന്നുണ്ടോ ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ?
സൗമ്യ, കേവലം 7-8 മിനിറ്റ് കൂടി മാത്രമാണ് പോളിംഗ് സമയം അവസാനിക്കാനുള്ളത്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 71.7% സംസ്ഥാനത്തെ പോളിംഗ് ശരാശരി. അത് ഉയരാനുള്ള സാധ്യത ഉണ്ട്. കാരണം സംസ്ഥാനത്തെമ്പാടുമുള്ള പല ബൂത്തുകളിലും ഇപ്പോൾ നീണ്ട നിര ഉണ്ട്. അതുകൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ 75-ലേക്ക് എത്താം, അല്ലെങ്കിൽ 75-ന് മുകളിലേക്ക് പോകാം. കഴിഞ്ഞ തവണ 75.3 ആയിരുന്നു. അതിന് മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ പല ബൂത്തുകളിലും നീണ്ട നിര ഉണ്ട്. അത് കൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ 75-ന് മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സമാധാനപരമായിട്ടാണ് പോളിംഗ് ഇതുവരെ നടന്നത്. അക്രമ സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ല എടുത്ത് പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് 67.7% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ. അത് ഉയരാനുള്ള സാധ്യത ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ 68.3 ആയിരുന്നു തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം. അത് 70-ലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരുപക്ഷെ 70-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തീരപ്രദേശങ്ങളിൽ കനത്ത പോളിംഗ് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ചില ബൂത്തുകളിൽ നീണ്ട നിര ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 6 മണിക്ക് ബൂത്തിൽ എത്തിയിട്ടുള്ള ക്യൂവിൽ ഉള്ള മുഴുവൻ ആളുകൾക്കും ടോക്കൺ കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള സംവിധാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മഴ മാറി നിന്നുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി പോളിംഗ് കുറഞ്ഞിരുന്നുവെങ്കിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നുവെങ്കിലും വൈകുന്നേരത്തോടുകൂടി അത് വീണ്ടും പതിയെ ഉയരുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. മറ്റെല്ലാം വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെയും പോളിംഗ് ശതമാനം 70-ന് മുകളിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സൗമ്യ, ദിനകർ, ഒരു കാര്യം കൂടി, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാധാരണ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഉച്ചവരെ ഒരു മന്ദഗതിയിലാണ് പോളിംഗ് നടക്കുക. ഒരു 28-30 ഒക്കെയാണ് നടക്കാറുള്ളത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, അതായത് സംസ്ഥാന ശരാശരി 74 ആയിരുന്നെങ്കിൽ ഈ മേഖലകളിൽ, അതായത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും അടക്കം 68-69 ആയിരുന്നു ശരാശരി ഉണ്ടായിരുന്നത്. ഇത്തവണ അത് മറികടക്കാനുള്ള സാധ്യതയുണ്ടോ? പൊതുവെ ഒരു മന്ദഗതിയിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എങ്കിൽ കൂടി. തീർച്ചയായും അരുൺ, പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. കാരണം ഈ നിമിഷം വരെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 67.7 ആയിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ അതിൻ്റെ ഒരു അന്തിമ ഫലം വരുമ്പോൾ, അന്തിമമായ കണക്ക് വരുമ്പോൾ സ്വാഭാവികമായും 70-ന് മുകളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് അത് ആ രീതിയിൽ പറയാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ് പോളിംഗ് ശതമാനം അല്പമെങ്കിലും താഴ്ന്നു നിൽക്കുന്നത്. ബാക്കി വാശിയേറിയ മത്സരം നടക്കുന്ന കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ അരുവിക്കര, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെയും ഏതാണ്ട് പോളിംഗ് ശതമാനം 70-ലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അതിന് മുകളിലേക്ക് പോവുക തന്നെ ചെയ്യും. അരുൺ, ഒരു കാര്യം കൂടി, ഇതിനകത്ത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ദിനകർ പറഞ്ഞത്. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഉച്ചവരെ രേഖപ്പെടുത്തിയത്. നിർണായകമായ ഒരു കാര്യം, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 66.87% വോട്ട് പോൾ ചെയ്ത കഴക്കൂട്ടത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 വരെ 38% വോട്ടാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിലെ ഒരു ശരാശരി ആണ് റാൻഡം സാമ്പിൾ ആയിട്ട് തിരുവനന്തപുരത്തിന് മുഴുവനായി നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ എങ്ങനെയായിരിക്കും എന്നതും കൂടി ഒന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതുന്നു. ഈ സാഹചര്യത്തിൽ 2006, 2011 ഒപ്പം ഈ ഇതുവരെയുള്ളൊരു കണക്കും. 2006-ൽ 72.38%, 2011-ൽ 75.27%, 2016-ൽ ഇതുവരെയുള്ളൊരു കണക്ക് 71.71%. അത് ഈ 75 മറികടക്കുമോ എന്നുള്ള ഒരുപക്ഷെ അത്തരത്തിലൊക്കെ സൂചനകൾ കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൗമ്യ, കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പും, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും താരതമ്യേന കുറവായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് 76 കടന്ന് നിലവിൽ പോയിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ എല്ലാ മുന്നണികളെയും ഒരു വലിയ ഉദ്യോഗത്തിലേക്ക് എത്തി നിർത്തുകയും ചെയ്തത്. 80 എന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് ജില്ലാ ഭരണകൂടം അവരെ വോട്ട് ചെയ്യിക്കാൻ ചരിത്രത്തിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ ശക്തമായ ഒരു മത്സരമാണ് ഇത്തവണ കേരളത്തിൽ നടക്കുന്നത് എന്നത് കൂടിയാണ് അതിന്റെ ഒരു പ്രാധാന്യം. ഏതായാലും നമുക്ക് വളരെ വേഗം തിരികെ എത്താം. മറ്റു മേഖലകളിലേക്കും ഏറ്റവും പുതിയ കണക്കുകളിലേക്കും ഒക്കെ വരേണ്ടതുണ്ട്.